നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ നടന്ന സംഭവ വികാസങ്ങൾ, SFI പ്രവർത്തകർ പോലീസുകാരനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സേനയിൽ വലിയ രീതിയിലുള്ള അമർഷം, പ്രതിഷേധം ഒക്കെ ഉയരുകയാണ്. പ്രത്യേകിച്ച് പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇതിൽ സേനയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. പോലീസുകാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അപമാനകരമാണ് എന്ന് പോലീസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. പോലീസുകാരനെതിരെ കേസെടുത്തതിലും വലിയ രീതിയിലുള്ള അമർഷമാണ് ഉയരുന്നത്. SFIക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് മാത്രമേ ചുമത്തിയുള്ളൂ. പക്ഷേ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. ഇതിലും വലിയ രീതിയിലുള്ള അമർഷമാണ് പോലീസുകാർക്കിടയിലുള്ളത്. പ്രത്യേകിച്ച് അവർ പ്രതികരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഇട്ട് ഒരു പ്രതിഷേധം പോലീസുകാർ രേഖപ്പെടുത്തുന്നുണ്ട്. അസോസിയേഷൻ വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെ ദ കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗുകൾ സ്റ്റാറ്റസ് ആക്കിയാണ് ഈ ഒരു നടപടിക്കെതിരെ അവർ പ്രതികരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപി പറയുന്ന ചില ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകളായി ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങളുടെ അമർഷം അല്ലെങ്കിൽ തങ്ങൾക്കുള്ള പ്രതിഷേധം, തങ്ങൾക്കുള്ള അതൃപ്തി അവർ അറിയിക്കുന്നത്. മിക്ക പോലീസുകാരുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ മാസ് ഡയലോഗാണ്. സുരേഷ് ഗോപി അവതരിപ്പിച്ച ഭരത് ചന്ദ്രൻ IPS പറയുന്ന ചില ഡയലോഗുകൾ, അതായത് മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും എന്ന് പറഞ്ഞു തുടങ്ങുന്ന സംഭാഷണമാണ് റീലായി കട്ട് ചെയ്ത് വ്യാപകമായി പോലീസുകാർ സാമൂഹിക മാധ്യമങ്ങളിലും വാട്സാപ്പുകളിലും സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. കാക്കിയിട്ടവന് നേരെ കൈയോങ്ങിയാൽ തനിക്ക് നോവില്ല, കൂട്ടത്തിലൊരുത്തൻ ചങ്കുപൊട്ടി ചോരയൊലിപ്പിച്ച് നിന്നാലും തനിക്ക് നോവില്ല എന്ന് മേലുദ്യോഗസ്ഥനെ ചൂണ്ടി സുരേഷ് ഗോപി പറയുന്ന ഭാഗമാണ് അവർ സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം വരെയാണ് കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ പോലീസുകാർ അമർഷമായി, പ്രതിഷേധമായി, അതൃപ്തി അറിയിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥനായി ഇവിടെ, അതായത് ഈ ഒരു ആർക്കെതിരെയാണ് അവരുടെ അമർഷം, ആർക്കെതിരെയാണ് അവരുടെ ഈ ഒരു വിരൽ ചൂണ്ടുന്നത് എന്നൊരു ചോദ്യം. അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക്കിനെ ഉന്നമിട്ടാണ് ഈ റീൽ പോലീസുകാർ പ്രതിഷേധമായി ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്മീഷണർ CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നതടക്കമുള്ള വിമർശനം ഉയരുകയാണ്. പൊതു ഇടത്തിൽ കൂട്ടമർദ്ദനത്തിനിരയായ പോലീസുകാരന്, അതായത് പോലീസുകാരൻ മിഥുൻ റോയിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെന്നാണ് നിലവിൽ അവർ ഉയർത്തുന്ന ആരോപണം. മറിച്ച് SFIക്കാർക്കെതിരെ, അതായത് പോലീസുകാരനെ ആക്രമിച്ച SFIക്കാർക്കെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. എന്തായാലും വലിയ രീതിയിലുള്ള അമർഷം ഉയരുന്നു. മിഥുനെ മാത്രമല്ല, മിഥുനൊപ്പം ഉണ്ടായിരുന്ന സഹോദരിയും കേസിൽ പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തതെന്നതും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിക്കുകയുണ്ടായി. പുറത്തു വന്ന വീഡിയോകളിൽ SFI പ്രവർത്തകർ പോലീസുകാരനെ പ്രകോപിപ്പിക്കുന്നുണ്ട്, വളഞ്ഞിട്ട് മർദ്ദിക്കുന്നുണ്ട്. പോലീസുകാരന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. ഈ ദൃശ്യം പുറത്തു വന്നിട്ട് കേസിൽ മെല്ലെപ്പൊക്കാണ് എന്നും പോലീസുകാരനെ ആക്രമിച്ച SFI പ്രവർത്തകരെ പിടികൂടാത്തതിലും സേനയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പോലീസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ട്രോളുകളും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വലിയ രീതിയിലുള്ള ട്രോളുകളും പ്രതിഷേധവും ഒക്കെ ശക്തമാവുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ. ഷോപ്പിംഗ് മാളിൽ SFIക്കാർ പോലീസുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചോദ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ച് സാക്ഷിമൊഴി എടുത്തതിന് ശേഷമാകും തുടർ നടപടി ഉണ്ടാകുക എന്നാണ് വഞ്ചിയൂർ പോലീസ് നൽകുന്ന വിശദീകരണം. പ്രത്യേകിച്ച് പോലീസ് സേനയുടെ ഒരു ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഡ്യൂട്ടി ചെയ്യണം, അടി വാങ്ങണം, പ്രതിയാവണം. കുടുംബത്തോടൊപ്പം മാളിൽ വന്ന പോലീസുകാരനെതിരെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായത്. ഇതെന്ത് നീതിയാണ്, ഇതെന്ത് ന്യായമാണ്. അതിന് പിന്നാലെ അദ്ദേഹത്തെ തന്നെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുന്നു എന്നതടക്കമുള്ള ആ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. എന്തായാലും എന്തുകൊണ്ട് SFI ആക്രമിച്ചു എന്ന് നമുക്കറിയാവുന്നതാണ്. ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടെ ഉണ്ടായ വലിയൊരു അക്രമം, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന്, മിഥുൻ റോയിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് അവർക്ക് നേരെ ഉണ്ടായത്. നമുക്കത് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ഒരു 2-3 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും പിന്നാലെ പോയി അടിച്ച് വീഴ്ത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ 2 തട്ടിലാണ് ഈ ഒരു സംഭവത്തിന്മേലുള്ള പ്രതികരണം വരുന്നത്. ഒന്നാമത്തേത് സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധമുണ്ട്. പോലീസുകാർക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റാത്ത സാഹചര്യം, ഇനി ഡ്യൂട്ടി ചെയ്താൽ ഇത്തരത്തിൽ അടി വാങ്ങേണ്ട സാഹചര്യം എന്ന ഒരു വിമർശനം ഒരു വശത്ത് ഉയരുമ്പോൾ, മറുവശത്ത് വെറുതെ പോയ കുട്ടികളെ എടുത്ത് അടിച്ചു, അല്ലെങ്കിൽ ഇത് അർഹിക്കുന്ന അംഗീകാരമാണ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് പോലീസുകാരന് കിട്ടിയത്, ചെയ്തത് കണക്കായി പോയി എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ 2 തട്ടിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് അന്നത്തെ ന്യൂ ഇയർ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പോലീസുകാർക്ക് എന്തും ചെയ്യാനാകുമോ, എന്തും ചെയ്യാവോ, ആ ഒരു കാക്കിയിട്ട്
എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിന്മേൽ ആരെയും എടുത്തിട്ട് അടിക്കാവോ, ആരെയും ഉപദ്രവിക്കാവോ എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യമാണുള്ളത്. മിഥുനെയും സഹോദരിയെയും പിന്തുടർന്ന് SFI പ്രവർത്തകർ തെറി വിളിക്കുന്നുണ്ട്, പ്രകോപിപ്പിക്കുന്നുണ്ട്. പ്രകോപനത്തിന് പിന്നാലെയാണ് മർദ്ദനമുണ്ടായത്. ഇത്രയും ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് മിഥുനും സഹോദരിയും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. ഇടിവള കൊണ്ട് നെഞ്ചിലും മുതുകിലും ഇടിച്ചെന്നും SFI പ്രവർത്തകരെ അടിച്ചു കൊല്ലാൻ സഹോദരി വിളിച്ചു പറഞ്ഞെന്നും FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മിഥുൻ നൽകിയ പരാതിയിൽ SFI-ക്കാർക്കെതിരെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. SFI-ക്കാർ നൽകിയ പരാതിയിൽ മിഥുനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ കിട്ടുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. എന്തായാലും ഇപ്പോൾ ആ ഒരു വകുപ്പുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിന് പിന്നാലെ വകുപ്പുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധം സേനയിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേരള പോലീസിന് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. നമുക്ക് ന്യൂ ഇയറിലെ ആ ഒരു ദൃശ്യങ്ങൾ അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്ന സംഭവമാണത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആ വിഷയം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. SFI പ്രവർത്തകരായ രേവന്ത്, സുജിത് എന്നിവരും കണ്ടാൽ അറിയാവുന്ന മറ്റ് രണ്ടുപേരുമാണ് മിഥുൻ നൽകിയ പരാതിയിലെ പ്രതികൾ. ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശംഖുമുഖത്ത് പുതുവത്സര ആഘോഷത്തിനിടെ മിഥുൻ അടക്കമുള്ള പോലീസുകാരുടെ ലാത്തി ചാർജിൽ ഇവർക്കും പരിക്കേറ്റിരുന്നു. അതിനുള്ള പ്രതികാരമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. സംഭവം വലിയ വിവാദമായി മാറുമ്പോഴും അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുന്ന ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും പോലീസുകാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ലെന്നും പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന തിരക്കായതിനാലാണ് പ്രതികരിക്കാൻ വൈകിയതെന്നും പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുധീർ ഖാൻ പറഞ്ഞു. എന്തായാലും SFI-യുടെ ആക്രമണം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും സംഘടന പോലീസുകാരനൊപ്പമാണെന്നും തെറ്റുകാരനല്ലെന്നും സുധീർ ഖാൻ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വരും മണിക്കൂറുകൾ എന്തൊക്കെയാണ് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നതാണ് ഇവർ മുറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.